ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു കാർത്തീസ് എഡ്യു ടിപ്സ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ മലയാള സാഹിത്യത്തിൽ ഈയിടെ അന്തരിച്ചിട്ടുള്ള ഒരു അതുല്യ പ്രതിഭയാണ് MT വാസുദേവൻ നായർ. അപ്പോൾ അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള മുഴുവൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അടങ്ങുന്ന ഒരു കോണ്ടന്റ് വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ക്വിസസിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകളിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും പോയിന്റുകളുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഒന്നാമത്തെ പോയിന്റ്, MT വാസുദേവൻ നായർ ജനിച്ചിരിക്കുന്നത് 1933 ജൂലൈ 15 അദ്ദേഹത്തിൻ്റെ ജനനം. 2024 ഈടെയാണ് ഡിസംബർ 25 ക്രിസ്തുമസ് ദിനത്തിലാണ് അദ്ദേഹം മരിച്ചത്. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണ് ജനനം. കൂടലൂർ എന്നുള്ള സ്ഥലത്താണ്, പൊന്നാനിയിലെ കൂടലൂർ എന്നുള്ള സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം. ഒന്നും കൂടി നോക്കാം. 1933 ജൂലൈ 15 അദ്ദേഹം ജനിച്ചത്. 2024 ഡിസംബർ 25 അദ്ദേഹം അന്തരിച്ചത്. മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലെ കൂടലൂരിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. നിളയുടെ കലാകാരൻ, കേരള ഹെമിംഗ്വേ, കൂടലൂരിൻ്റെ കലാകാരൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നു. നിളയുടെ കലാകാരൻ, കേരള ഹെമിംഗ്വേ, കൂടലൂരിൻ്റെ കലാകാരൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നു. ആദ്യ കഥാസമാഹാരമാണ് അദ്ദേഹത്തിൻ്റെ രക്തം പുരണ്ട മൺതരികൾ എന്ന് പറയുന്നത്. ആദ്യത്തെ കഥാസമാഹാരമാണ് MTയുടെ രക്തം പുരണ്ട മൺതരികൾ. ആദ്യം പ്രസിദ്ധീകരിച്ച നോവൽ, MTയുടെ ആദ്യം പ്രസിദ്ധീകരിച്ച നോവലാണ് പാതിരാവും പകൽ വെളിച്ചവും. ആദ്യം പ്രസിദ്ധീകരിച്ച നോവൽ പാതിരാവും പകൽ വെളിച്ചവും. പുസ്തകത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആദ്യ നോവൽ, പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആദ്യ നോവലാണ് നാലുകെട്ട്. 1958 കേട്ടോ. നാലുകെട്ട് പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ആദ്യ നോവൽ നാലുകെട്ടാണ് 1958. തിരക്കഥ എഴുതിയിട്ടുള്ള ആദ്യ സിനിമയാണ്, നമുക്കറിയാം MT ഒരു നല്ല തിരക്കഥാകൃത്താണ്. അദ്ദേഹം എഴുതിയിട്ടുള്ള ആദ്യത്തെ സിനിമയാണ് മുറപ്പെണ്ണ്. തിരക്കഥ എഴുതിയിട്ടുള്ള ആദ്യ സിനിമയാണ് മുറപ്പെണ്ണ്. സംവിധാനം ചെയ്ത ആദ്യ സിനിമ, ഡയറക്ഷൻ ചെയ്തിട്ടുള്ള ആദ്യ സിനിമയാണ് നിർമാല്യം. 1973 പുറത്തിറങ്ങിയിട്ടുള്ള നിർമാല്യം എന്ന സിനിമയാണ് MT ആദ്യമായിട്ട് സംവിധാനം ചെയ്ത സിനിമ. MT എഴുതിയിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയായ മലയാളമാണ് എൻ്റെ ഭാഷ അംഗീകരിച്ചത് 2018. നമുക്കറിയാം മലയാളത്തിൻ്റെ സ്വന്തം ഭാഷാ പ്രതിജ്ഞയാണ് എൻ്റെ ഭാഷ എൻ്റെ വീടാണെന്നുള്ളത്. മലയാളമാണ് എൻ്റെ ഭാഷ എന്നുള്ളതും എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എന്നുള്ളതൊക്കെ MT മലയാള ഭാഷയിൽ എഴുതിയിട്ടുള്ള ഒരു പ്രതിജ്ഞയാണ്. അപ്പോൾ അത് സർക്കാർ അംഗീകരിച്ചത് 2018. MT എഴുതിയിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയായിട്ടുള്ള മലയാളമാണ് എൻ്റെ ഭാഷ അംഗീകരിച്ചത് 2018. MTയുടെ പ്രശസ്ത വാചകം ചിലപ്പോൾ ചോദിച്ചേക്കാം ക്വിസുകളിലൊക്കെ ഇതാരുടെ വാക്കുകളാണെന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് ഉൾപ്പെടുത്തിയേക്കുന്നത് കേട്ടോ. മരണം രംഗബോധമില്ലാത്ത കോമാളി എന്നുള്ളതാണ് MTയുടെ പ്രശസ്ത വാചകം എന്ന് പറയുന്നത്. മരണം രംഗബോധമില്ലാത്ത കോമാളി. MTക്ക് ജ്ഞാനപീഠം ലഭിച്ച വർഷം നമുക്കറിയാൻ പറ്റും. 6 പേർക്കാണ് ഇതുവരെ മലയാളികൾക്ക് ജ്ഞാനപീഠം ലഭിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. 1995 MTക്ക് ജ്ഞാനപീഠം ലഭിച്ചത് കേട്ടോ. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. മലയാള സാഹിത്യത്തിൽ ഏറ്റവും വലിയൊരു പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. അത് 2011 MTക്ക് ലഭിക്കുന്നത്. എഴുത്തച്ഛൻ പുരസ്കാരം 2011. പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ 2005 ലഭിച്ചിരിക്കുന്നത് കേട്ടോ. പത്മഭൂഷൺ അവാർഡ് 2005. കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് 2022. കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ഈയിടെയാണ് 2022. JC ഡാനിയൽ പുരസ്കാരം മികച്ച സിനിമാക്കാർക്കൊക്കെ നൽകുന്ന ഒരു പുരസ്കാരമാണ് JC ഡാനിയൽ. ആ പുരസ്കാരം MTക്ക് 2013 ലഭിക്കുന്നത് എന്നും കൂടി ഓർത്തിരിക്കാം. മഹാഭാരതത്തിലെ ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി രചിച്ച നോവലാണ് രണ്ടാം ഊഴം. മഹാഭാരതത്തിലെ ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി രചിച്ച നോവലാണ് രണ്ടാം ഊഴം. സരള എന്ന തൂലികാനാമത്തിൽ MT സരള എന്ന തൂലികാനാമത്തിൽ എഴുതിയിട്ടുള്ള നോവലാണ് മാണിക്യക്കല്ല്. സരള എന്ന തൂലികാനാമത്തിൽ MT എഴുതിയിട്ടുള്ള നോവലാണ് മാണിക്യക്കല്ല്. ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ എന്ന കഥയുടെ ചിത്രാവിഷ്കാരം, അദ്ദേഹം ഒരു കഥ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ. അതിൻ്റെ ചിത്രാവിഷ്കാരമാണ് എന്ന് സ്വന്തം ജാനകിക്കുട്ടി. ആ കൃതിയുടെ പേരാണ് എന്ന് സ്വന്തം ജാനകിക്കുട്ടി. MT തിരക്കഥ എഴുതിയിട്ടുള്ള 9 സിനിമകളുടെ ആന്തോളജി സീരീസ് അറിയപ്പെടുന്നത് മനോരഥങ്ങൾ എന്നുള്ള പേരിലാണ്. MT തിരക്കഥ എഴുതിയിട്ടുള്ള 9 സിനിമകളുടെ ആന്തോളജി സീരീസ്, അതായത് അത് അറിയപ്പെടുന്ന പേരാണ് മനോരഥങ്ങൾ എന്നുള്ള പേര്. പരിസ്ഥിതി പ്രശ്നങ്ങൾ പരാമർശിക്കുന്ന MTയുടെ ലേഖന സമാഹാരം
കണ്ണാന്തളി പൂക്കളുടെ കാലം. കണ്ണാന്തളി പൂക്കളുടെ കാലമാണ് പരിസ്ഥിതി പ്രശ്നങ്ങൾ പരാമർശിക്കുന്ന MTയുടെ ലേഖന സമാഹാരം എന്ന് പറയുന്നത്. കണ്ണാന്തളി പൂക്കളുടെ കാലം. കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് 1970 കൂടെ ഓർത്തിരിക്കുക കേട്ടോ. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ കാലം എന്ന് പറഞ്ഞിരിക്കുന്ന കൃതിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം 1970 ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്